നമസ്കാരം. ശിവക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരേണ്ടതായ വിശേഷപ്പെട്ടതായ വസ്തുക്കളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ദർശനം നടത്തുകയാണ് എങ്കിൽ അത് ആ വീടിനും ദർശനം നടത്തുന്നതായ വ്യക്തികൾക്കും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ഇനി മുതൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയവും ഫലങ്ങളെക്കുറിച്ചുമാകുന്നു. ശിവക്ഷേത്ര ദർശന സമയം വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുക. രാവിലെയാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ആ പ്രാർത്ഥന ആരോഗ്യവും മനസ്സിനും ബലം നൽകുവാൻ ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. ഉച്ചയ്ക്ക് ദർശിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഫലമായി വന്നു ചേരും. വൈകിട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കഷ്ടനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. കൂടാതെ അർദ്ധയാമത്തിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ സന്തുഷ്ട ദാമ്പത്യ ജീവിതമാണ് ഫലമായി പരാമർശിക്കുക. ശിവക്ഷേത്ര ദർശനത്തിന്റെയും വഴിപാടിന്റെയും പൂർണ്ണഫലം ലഭിക്കണം എങ്കിൽ പിൻവിളക്ക് വഴിപാട് കൂടി നടത്തണം എന്നാണ് പറയുക. കാരണം പാർവതി ദേവി ഭഗവാന്റെ പിൻഭാഗത്തായി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സാഹചര്യത്തിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ തീർച്ചയായും നടത്തേണ്ടത് ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ സമർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. 3 ഇതളുള്ള കൂവളത്തില സാക്ഷാൽ പരമശിവനെ സമർപ്പിച്ചാൽ, കൂവളത്തില വഴിപാട് നടത്തിയാൽ നിങ്ങളുടെ മുൻജന്മ പാപങ്ങൾ പോലും പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം. മുൻജന്മത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ അകന്നു പോകുവാൻ സഹായകരമായി തീരും. എരിക്കിന്റെ പൂവ്, താമരപ്പൂവ്, നന്ദ്യാർവട്ടം, മഞ്ഞ അരളി എന്നിവയാണ് പ്രിയതരമായ മറ്റു പൂക്കൾ. ഭഗവാന് വിശേഷപ്പെട്ടതായ പൂക്കൾ. 1000 വെള്ള എരിക്കിൻ പൂ നൽകുന്നതിന് പകരമാണ് ഒരു മഞ്ഞ അരളിപ്പൂ വയ്ക്കുന്നത് എന്നും 1000 മഞ്ഞ അരളിപ്പൂക്കൾ ഭഗവാന് വയ്ക്കുന്നതിന് പകരമാണ് ഒരു 3 ഇതൾ കൂവളം സമർപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. അഥവാ കൂവള ഇല സമർപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളിൽ ഒന്നാണ് ചില കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ല എന്ന കാര്യം. ക്ഷേത്ര നടയ്ക്ക് നേരെ നിന്ന് നിങ്ങൾ ഒരിക്കലും തൊഴാൻ പാടുള്ളതല്ല. നന്ദിയെ തൊഴാതിരുന്നാൽ ക്ഷേത്ര ദർശനവും ക്ഷേത്ര പ്രദക്ഷിണവും പൂർണ്ണമാകില്ല എന്നാണ് വിശ്വാസം. അതിനാൽ നന്ദി ഭഗവാനെ നിങ്ങൾ വന്ദിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഭഗവാന് നൈവേദ്യം നൽകുന്നതായ സമയത്തും തൊഴാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക. നന്ദിയും ഭഗവാനും തമ്മിലുള്ള ബന്ധം മുറിക്കുന്നു എന്നാണ് ഓവ് ശിവക്ഷേത്രത്തിൽ മുറിക്കുന്നതിലൂടെ കരുതുന്നത് എന്നാണ് സങ്കല്പം. കൈലാസവും സാക്ഷാൽ പരമശിവനുമായുള്ള ബന്ധം മുറിക്കുകയാണ് എന്നും ഒരു സങ്കല്പമുണ്ട്. ഇത് ഭഗവത് കോപവും നന്ദി ഭഗവാന്റെ കോപത്തിനും ഒരേ സമയം കാരണമായി തീരും എന്നാണ് പറയുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റ് ക്ഷേത്ര ദർശനം പോലെയല്ല ശിവക്ഷേത്രം. വളരെ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ സദാസമയം പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ അല്പസമയം ഇരിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അനാവശ്യമായ സംസാരങ്ങൾ ഈ സമയം പാടുള്ളതല്ല. ഈ സമയം ഭഗവാനിൽ ലയിച്ചിരിക്കേണ്ടതായ സമയമാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ആ വീടുകളിലെ പലവിധ ദോഷങ്ങൾക്ക് പരിഹാരവും ഉയർച്ചയും
സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അതിൽ ആദ്യത്തേതായ വസ്തു ഭസ്മമാണ് അഥവാ വിഭൂതി. കഴിവതും ശിവക്ഷേത്രത്തിലെ വിഭൂതി വീടുകളിലേക്ക് അല്പമെങ്കിലും കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഓരോ തവണ ദർശനം നടത്തുമ്പോഴും കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷമാണ്. ചിലർ ശിവക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുന്നവരാകാം. തീർച്ചയായും അല്പം ഭസ്മം നിത്യവും വീടുകളിലേക്ക് കൊണ്ടുവരിക. വീട്ടിലെ ഭസ്മത്തിന്റെ പാത്രത്തിൽ ഇവ സൂക്ഷിക്കുകയും ചെയ്യാം. ആ കാര്യവും ഓർക്കുക. കൂടാതെ കുടുംബാംഗങ്ങൾ ഏവരും കുളിച്ചതിന് ശേഷം പ്രത്യേകിച്ചും സന്ധ്യാസമയം ഈ ഭസ്മം അണിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 108 ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം 108 ജപിച്ചതിന് ശേഷം കുട്ടികൾ പ്രത്യേകിച്ചും അണിയുന്നതും ശുഭകരമാണ്. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മന്ത്രം ജപിക്കുന്നതിന് മുൻപോ ജപിച്ചതിന് ശേഷമോ ഇപ്രകാരം നിങ്ങൾക്ക് ഭസ്മക്കുറി അണിയാവുന്നതാണ്. നിത്യവും ചെയ്യുക. അത്രമേൽ വിശേഷമാകുന്നു. മറ്റൊന്ന് നെയ്യാണ്. നെയ് അഭിഷേകം ചെയ്തതാണ് എങ്കിൽ അല്പം നെയ് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ്. അപസ്മാര രോഗം മാറുവാൻ ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാഗ്രത പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, അതായത് ഏകാഗ്രത ലഭിക്കാത്തതായ സാഹചര്യം, ശരിയായ രീതിയിൽ ഏകാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ വീഴ്ചകൾ സംഭവിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം. നെഗറ്റീവായ ഊർജം നിങ്ങളിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. മാനസികപരമായ പിരിമുറുക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിത്യവും ഒരു നുള്ള് നെയ്യ് സേവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ ഇപ്രകാരം സേവിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ്. ഭഗവാനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക. ഈ സമയങ്ങളിൽ തീർച്ചയായും മത്സ്യം, മാംസം, ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധി അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന് ഭഗവാന്റെ പ്രസാദങ്ങളാണ്. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുന്നതാണ്. പുഷ്പങ്ങൾ ലഭിക്കുന്നത് ഒരിക്കലും ക്ഷേത്രത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. അത് ശുഭകരമല്ല. വീട്ടിൽ കൊണ്ടുവരണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പൂജാമുറിയിൽ വിഗ്രഹങ്ങളോടൊപ്പം അല്ലെങ്കിൽ ചിത്രങ്ങളോടൊപ്പം വയ്ക്കാതെ അല്പം മാറ്റി വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പുഷ്പങ്ങൾ ഒരിക്കലും പൂജയ്ക്കായി എടുക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതായത് വിളക്ക് തെളിയിച്ച് ഈ പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ പാടുള്ളതല്ല. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ശുദ്ധിയോടെ ഇവ സൂക്ഷിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇവ വാടുന്നതിന് മുൻപ് തന്നെ അഥവാ ഉണങ്ങി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അടുത്ത ദിവസം കളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണങ്ങിയ ഇലകൾ, പൂക്കൾ, അത്തരം കാര്യങ്ങൾ മാറ്റുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും പൂജാമുറി ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടത് അത്രമേൽ അനിവാര്യമായ ഒരു കാര്യമാകുന്നു. ആരും ചവിട്ടാത്ത ഇടത്തോ അല്ലെങ്കിൽ ഒഴുകുന്നതായ ജലാശയത്തിലോ കളയാവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ആരും ചവിട്ടുന്ന ഇടത്ത് കളയുവാൻ പാടുള്ളതല്ല. മലിനമായ സ്ഥലത്തും ഒരിക്കലും കളയരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്കും ആ വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നൽകുന്നതായ കാര്യമാകുന്നു. ഏവരും നിത്യവും ഭഗവാനെ ആരാധിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ശുദ്ധിയോടെ തന്നെ കൊണ്ടുപോകണം. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് എങ്കിലും ഇപ്രകാരം സമർപ്പിച്ച്